നാടെങ്ങും പുതുവത്സരത്തെ വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ നടക്കുകയാണ്. വലിയ ആഘോഷങ്ങളും ഒക്കെ ഉണ്ട്. കേരള കലാമണ്ഡലവും ഇത്തവണ പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്നുണ്ട്. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളെ പോലെ വലിയ ഒച്ചപ്പാടോ ബഹളമൊന്നും ഉണ്ടായിരിക്കില്ല. ഏത് രീതിയിലാണ് ഇത്തവണത്തെ കേരള കലാമണ്ഡലത്തിലെ പുതുവർഷ ആഘോഷങ്ങൾ എന്ന് എന്തൊക്കെ ഒരുക്കങ്ങളാണ് പുതുവർഷത്തെ വരവേൽക്കാനായിട്ട്? കലാമണ്ഡലത്തിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കാരണം കുറച്ചുകൂടെ അവിടെ ഉദാഹരണത്തിന് ഇപ്പോൾ കോപ്പ് നിർമ്മാണം, ഇപ്പം നമ്മുടെ കോസ്റ്റ്യൂം, മേക്കപ്പ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ മോഹിനിയാട്ടത്തിൻ്റെ പെർഫോമൻസ്, ഒപ്പം ചൊല്ലിയാട്ടം, അങ്ങനെ പിന്നെ മേളത്തിൻ്റെ ഒരു സെഷൻ, അങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ അവിടെ പഠിപ്പിക്കുന്ന വിഷയങ്ങളുടെ പലതരത്തിലുള്ള വേർഷൻസ് നമ്മൾ ഒരു പുതിയ ഓഡിയൻസിന് വേണ്ടി ഒരു പുതുവത്സരത്തിൻ്റെ സന്ദർഭത്തിൽ ഒരുക്കുകയാണ്. അത് ധാരാളം ആൾക്കാർ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇത് കുറച്ചുകൂടെ ഇത് അക്സസിബിൾ ആണ് എന്നൊരു ധാരണ കൊടുക്കാമെന്നുണ്ട്. കാരണം ഈ ഒരു സന്ദർഭത്തിലൂടെ എല്ലാവർക്കും ഇത് അക്സസിബിൾ ആയിട്ടുള്ളതും അതുപോലെ മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരു കാര്യമാണെന്ന് ഉള്ളൊരു അവസരം കൊടുക്കുക എന്നുള്ളത്. അങ്ങനൊരു അവസരം പലപ്പോഴും ഉണ്ടാവാറില്ല. കാരണം അതിനൊരു പുതുവത്സരത്തിൽ തന്നെ അത് സംഘടിപ്പിക്കാൻ നമ്മുടെ പാർട്ട്നേഴ്സായിട്ടുള്ള ലക്ഷ്മിയും മറ്റ് പല സപ്പോർട്ടേഴ്സും ഒക്കെ വന്നു. അതൊക്കെയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് എന്താ പറയുക, ഒരു പുതിയൊരു മാറി വരുന്ന സാഹചര്യത്തിൽ സ്ഥാപനം അതിൻ്റെ ഒരു പുതിയ ഒരു ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ട്. കലകളെ പുറത്തുനിന്നുള്ള ആളുകളിലേക്ക് കൂടി എത്തിക്കുക, അങ്ങനെ എന്താണോ നമ്മുടെ ലക്ഷ്യം? അതെ, തീർച്ചയായിട്ടും. കാരണം ഇവിടെ ഇത് അക്സസിബിൾ ആയിട്ടുള്ള ഒന്നാണ് എന്ന് എല്ലാവർക്കും ഒരു ബോധ്യം ഉണ്ടാക്കുക. മാത്രമല്ല ഒരു ഏറ്റവും കൂടുതൽ പുതിയ തലമുറ ആഘോഷിക്കുന്ന ഒന്നാണ് പുതുവത്സരം എന്ന് പറയുന്നത്. അത് ഒരു വളരെ കൺവെൻഷനലായിട്ടുള്ള ഒരു അടിച്ചു പൊളിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് അല്ലാതെ, ഒരു സന്ദർഭം അല്ലാതെ, എന്നാൽ നമ്മുടെ സാംസ്കാരികവുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭം, എന്നാൽ മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭം, ആ രീതിയിലാണ് ഇപ്പം കലാമണ്ഡലം കാണുന്നത്. അതിനെ വളരെ ശബ്ദത്തിലല്ലാതെ ഇതുപോലെ കലകളിലൂടെയും പുതുവത്സരം ആഘോഷിക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കും. തീർച്ചയായിട്ടും ഇങ്ങനെയും പുതുവത്സരം ആഘോഷിക്കാം എന്നുള്ളൊരു മാതൃകയാണ് നമ്മൾ തുടങ്ങി വെക്കുന്നത്. മാത്രമല്ല ഇത് കലാമണ്ഡലത്തിൻ്റെ തുടർന്നുള്ള പല പരിപാടികളുടെയും ഒക്കെ ഒരു തുടക്കമായിട്ട് ഇതിനെ കാണാൻ കഴിയും. കാരണം ഒരു പുതിയ സാഹചര്യങ്ങളിലേക്ക് ഈ കഥകളിയുമായിട്ടും അല്ലെങ്കിൽ കൂടിയാട്ടവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല മെറ്റീരിയൽ കൾച്ചറുണ്ട്. ആ മെറ്റീരിയൽ കൾച്ചറിനെ നമ്മൾ എങ്ങനെയാണ് ഒരു പുതിയ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുതിയ ഡിസൈൻ ഫോർമാറ്റുകൾ ഇത് നമുക്ക് എമർജ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഉണ്ട് അതിന്. അതൊരു വളരെ വിശാലമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ തുറക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ളൊരു വാതിൽ എന്ന രീതിയിലാണ് നമ്മൾ ഈ പുതുവത്സരത്തെ കാണേണ്ടത്, അല്ലെങ്കിൽ ഒരു ഇവന്റിനെ കാണേണ്ടത്. എന്തൊക്കെ സെഗ്മെന്റുകൾ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ആഘോഷങ്ങളുടെ ഒരു സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്? ഇത് കഥകളിയുടെ അകവും പുറവും, കഥകളിയുടെ പിന്നാമ്പുറത്ത് എന്തൊക്കെ നടക്കുന്നു, എങ്ങനെയാണ് ഒരു കഥകളി കലാകാരൻ രൂപപ്പെട്ടു വരുന്നത്, കഥകളിയെ പല സെഗ്മെൻറ്റുകളാക്കാണ് അതിൻ്റെ കോസ്റ്റ്യൂംസ്, അതിൻ്റെ മേക്കപ്പ്, അതിൻ്റെ സംഗീതം എങ്ങനെയാണ്, അതിൻ്റെ പശ്ചാത്തല സംഗീതം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഓരോരോ സെഗ്മെൻറ്റായിട്ട് ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. അതിനേക്കാളുപരി കലാമണ്ഡലം ഒരു പൊതുസ്ഥാപനമാണ്, ജനങ്ങളുടെ സ്ഥാപനമാണ്. ഇത് ജനങ്ങൾക്ക് ആക്സസിബിളാണ്. പുതുവത്സരം മാതിരി സമൂഹം അങ്ങനെ കൊണ്ടാടുന്ന ഒരു ഇവൻ്റ് കലാമണ്ഡലം ഒരു സ്ഥാപനത്തിന് നടത്താനാവും എന്നതിലൂടെ നമ്മൾ സന്ദേശം കൊടുക്കുകയാണ്. ഇത് പൊതുജനങ്ങൾക്കൂടെയുള്ള സ്ഥാപനമാണ്, അവർക്ക് ആക്സസിബിൾ ആണ്. കഥകളിയിലൂടെയാണോ ഇത്തവണത്തെ പുതുവത്സരത്തിലേക്ക് കിടക്കുന്നത്? തീർച്ചയായിട്ടും ഒരുപാട് കഥകൾ പറയാനുള്ള പുതുവത്സരമായിരിക്കും എന്നാണ് ഞാൻ ആശിക്കുന്നത്. അങ്ങ് ഒരുപാട് കാലമായിട്ടുണ്ടാവും ഇത്തരത്തിലൊരു പുതുവർഷം, അതായത് ഈ കലാമണ്ഡലത്തിൽ ഈ രീതിയിലൊരു പുതുവത്സരം വരുന്നത്, അതിനെ എങ്ങനെ നോക്കിക്കാണുന്നത്? നോക്കിക്കാണാനൊന്നുമില്ല. എൻ്റെ പഴയ കാലം, അതായത് പഠിച്ച കാലം മുതൽക്കുള്ള ഒരു കാലം ഓർമ്മിക്കുകയാണ് മനസ്സിൽ. പക്ഷെ അതൊന്നും ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തരുന്നതല്ല. ഇങ്ങനെ ഒരു സ്ഥാപനം എവിടെയാണെന്ന് പോലും അറിയാത്ത ജനങ്ങളുണ്ടായിരുന്നു. മഹാകവി വള്ളത്തോടിൻ്റെ കേരള കലാമണ്ഡലം എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് അറിയാത്ത ജനങ്ങൾ ഇപ്പോഴും ഉണ്ട്. ചില എക്സ്കർഷനൊക്കെ പോകുമ്പോഴാണ് ആ അനുഭവം അറിയണത്. ഇപ്പോൾ ഞാൻ ഭരണസമിതിയെ പുകഴ്ത്തി പറയുക എന്നൊന്നും ധരിക്കരുത്, അങ്ങനെയൊന്നും എഴുതുവരുത്. ഇപ്പോഴത്തെ ഭരണസമിതിക്ക്
ഇങ്ങനെ ഒരു ആശയം തോന്നി, ഭരണസമിതിയിലെ എല്ലാവരെയും ഒരുമിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു ആശയം തോന്നി ഈ ഒരു സ്ഥാപനത്തിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഈ സംരംഭത്തിന് അങ്ങേയറ്റം ഹൃദയം നിറഞ്ഞ ഭാഷയിൽ പറയാണ്, ഇത്ര സന്തോഷം വേറൊന്നും കിട്ടാനില്ല. ഇത് മാറ്റത്തിന് തുടക്കമായിരിക്കും. അതൊരു മാറ്റത്തിന്റെ തുടക്കം. നന്നാവും. അങ്ങനെ തന്നെയാണോ? സന്തോഷം തന്നെയാണോ? തീർച്ചയായും. കാരണം ഞങ്ങളൊക്കെ ഞാൻ മഹാകവിയുള്ളതുകൊണ്ട് മകൻ്റെ മകനാണ്. ഞാൻ ഭരണസമിതി തന്നെയാണ്. വീശിടപ്പുറത്ത് നിൽക്കുന്ന സതീഷ്, അവരും ഭരണസമിതി തന്നെയാണ്. എൻ്റെ പേര് രവീന്ദ്രനാഥ് എന്നാണ്. ഇവിടെ ഈ ന്യൂ ഇയർ ആഘോഷം എന്ന് പറയുന്നത് ഇത് പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ഇപ്പോൾ തോന്നുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ രൂപം ഭാവമൊക്കെ മാറി ഒരുപക്ഷെ ഇതിലും നന്നായിട്ട് കൂടുതൽ ആൾക്കാരെ അടുത്തതിനെ ആകർഷിക്കുക. ലക്ഷ്മി മേനോൻ പറഞ്ഞ അവര് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവർ സ്റ്റോപ്പ് ചെയ്തു. 100 പേർ, വളരെ കുറച്ച് പേരെ. ഇത് അവരുടെ ഒരു ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സംരംഭമാണ്. ഇപ്പോൾ കലാമണ്ഡലത്തെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊക്കെയാണല്ലോ കാണിച്ചു കൊടുത്ത് ഈ സ്ഥാപനത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുവരേണ്ടത്. തീർച്ചയായിട്ടും ഒരുപക്ഷെ അടുത്തുള്ള ലക്ഷ്മി മേനോൻ തന്നെ മുൻകൈ ചെയ്തിട്ട് ഇതിൻ്റെ 2-3 ഇരട്ടി നല്ല ഭംഗിയിൽ കൂടുതൽ. ഇപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ്. എനിക്കാണ് 1 മാസം മുമ്പേക്കാണ് തീരുമാനം എടുത്തത്. കൂടുതൽ സമയമെടുത്ത് ഇതിനെ കൂടുതൽ ജനകീയമാക്കി ഈ ഇങ്ങനൊരു ഇത്രയും വലിയ സ്ഥാപനം കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ ഇത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ്, എങ്ങനെയുണ്ട് ഈ ഒരു ആളുകളുടെയൊക്കെ നമ്മൾ ഇത്തരത്തിലൊരു പരിപാടിയായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഈ പ്രതികരണങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഇതുമായിട്ട്? അത് ഇതിനെപ്പറ്റിയൊക്കെ പുറത്തേക്ക് വിട്ടപ്പോഴാണ് അറിയുന്നത്. കലാമണ്ഡലം എന്ന് കേൾക്കുമ്പോഴേ ആൾക്കാർ രജിസ്റ്റർ ചെയ്യുകയാണെന്നുള്ളത്. അതിനെപ്പറ്റി എന്തായാലും നിങ്ങൾ ചെയ്യാൻ പോകണമെന്ന് പോലും ആൾക്കാർ ചോദിക്കുന്നില്ല. ഇതിനകത്ത് വരാനൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള, കാരണം ഇത്രയും ആക്സസിബിൾ ആയിട്ട് പണ്ട് തോന്നിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഭരണസമിതിയോട് സംസാരിച്ചപ്പോഴാണ് അവരെത്ര ഓപ്പണാണ്. കാരണം പബ്ലിക്കിനെ കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് മുമ്പോട്ട് പോകാം എന്നുള്ളൊരു പിടികിട്ടിയതിലാണ് ഞങ്ങൾ കലാമണ്ഡലം കൂട്ടുകാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആക്ച്വലി ഇങ്ങനെ ഒരു ക്യൂറേഷനായിട്ട് മുമ്പോട്ട് വന്നത്. അപ്പോൾ ഞാനിവിടെ ഇന്ന് വന്നിരിക്കുന്ന ഗസ്റ്റിനോടൊക്കെ പ്രത്യേകം നന്ദി പറയാം. കാരണം എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും അല്ല പലരും വന്നിരിക്കുന്നത്. കലാമണ്ഡലമാണ്, എന്നാൽ ഞങ്ങൾക്കും അതിനകത്തൊരു സ്ഥാനം കിട്ടുന്നു എന്ന് പറയുന്നതിന് അവർ വളരെ അംഗീകാരമായിട്ട് എടുത്തിരിക്കുകയാണ്. പങ്കാളിത്തം നമ്മൾ വളരെ പരിമിതപ്പെടുത്തിയിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഇനി പറഞ്ഞ പോലെ എന്താ പറയുക, ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ശ്രമമാണ്. പക്ഷേ ഇതുപോലത്തെ ഒരു സഹകരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ എത്ര ഗംഭീരമാക്കാൻ തന്നെ നമുക്ക് അതുപോലെ വിശ്വാസമാണ് ആയിപ്പോയി എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചെറിയ പരീക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി പേരെ വിളിച്ചിട്ട് ഇതാക്കണ്ട, നമ്മളും പ്രിപ്പയർഡ് അല്ലാത്ത വരുന്ന പരിപാടികളിലേക്ക് അതിൽ നിന്നൊരു മാറ്റം ഇതിലും വിപുലമായിട്ട് ചെയ്യും. കാരണം 5 വർഷം കഴിയുമ്പോഴത്തേക്ക് 100 വർഷം ആവുമല്ലേ. അപ്പോഴത്തേക്ക് നമുക്കത് ഏറ്റവും ഭംഗിയാക്കിയിട്ട് എത്താനുള്ള ഒരു ആദ്യ ചുവടുവയ്പ്പാണ് ഇത് നടക്കുന്നത്. എന്തായാലും ഇത്തവണത്തെ ഈ ന്യൂ ഇയർ ആഘോഷത്തിൽ കലാമണ്ഡലവും ഉണ്ട്. കലാമണ്ഡലം അതിന്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ പുറത്ത് നമ്മൾ കണ്ടിരുന്ന ഒരു ട്രഡീഷണൽ മറ്റു രീതിയിൽ സാധാരണ രീതിയിൽ കാണുന്ന ഒരു ന്യൂ ഇയർ ആഘോഷം അല്ലെങ്കിൽ പുതുവത്സരാഘോഷം ആയിരിക്കില്ല കലാമണ്ഡലത്തിൽ. പക്ഷേ ഈ രീതിയിലും പുതുവത്സരങ്ങളെ കൊണ്ടാടാം എന്നുള്ളതിന്റെ ഒരു സൂചന, അല്ലെങ്കിൽ ഇതിന്റെ ഒരു മാറ്റത്തിനൊരു ചുവടുവയ്പ് കൂടി ആവട്ടെ കലാമണ്ഡലത്തെ ഇത്തവണത്തെ പുതുവത്സര ആഘോഷം. ബേസിൽ ജോർജിനൊപ്പം കലാമണ്ഡലത്തിൽ നിന്നും കെ അഖിൽ, മീഡിയ 1.